മോളെ സീറ്റ് 6 താ വീക്കുപ്പ. അകത്ത് ഫിലിം സ്റ്റാർ പ്രിയ റോസും ഉണ്ട്. ആടിപ്പാടി ജാലിയായിട്ട് പൊക്കൂടെ? എനിക്ക് ആ സീറ്റ് വേണ്ട സാർ. അമ്മ അത് വന്നേ സൗപർണിക എക്സ്പ്രസിൽ വേറെ കാലി സീറ്റ് ഒന്നും ഇല്ലേ? എല്ലാമേ ഫുള്ള് താ. ഹജ്ജ് സീസൺ. പുടി പുടി പുടി. സാർ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ അത് പറ്റില്ല. അതെന്താ? ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനത് തെറ്റിക്കില്ല. കുട്ടി ചെല്ലു, ഞാൻ ചീട്ടുമായിട്ട് വരാം. അല്ല ചാർട്ടുമായിട്ട് വരാം. വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി കളിക്ക്. താല്പര്യമില്ല. നീ എന്തിനാടാ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? പോടാ പോയി ഡ്യൂട്ടി ചെയ്. മോളുടെ കിടക്കേതാ? 6. ഇരുന്നാട്ടെ. അലർജിയാ? ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇയാള്? അപ്പൊ കമ്പിളി വേണ്ട അല്ലേ? ഹലോ കട്ടായി പോയി. എന്താ കമ്പിളി പോപ്പ് വേണ്ടേ? എന്താ വില? ഹേയ് കാശൊന്നും വേണ്ട, ഫ്രീയാ. ആഹാ, എന്നാ പിന്നെ മോനിത് മുഴുവൻ നിങ്ങളുടെ വെച്ചേക്ക്. പിടിച്ച മമ്മി എന്താടി? ഇപ്പൊ ഏതാ പുതിയ പടം? എന്തോ പുതിയത് സൈൻ ചെയ്യുമ്പോ അങ്ങോട്ട് അറിയിച്ചേക്കാം. മോൻ ചെല്ല്. അയ്യോടാ പിന്നാരക്കാരൻ. ഹലോ, അയ്യോ ഇതാര്? പ്രൊഡക്ഷൻ സാറോ? മലയാളം പ്രൊഡക്ഷൻ കമ്പനിയിലാണേ. ഹലോ പറയൂ സർ. സാറിപ്പൊ ഞങ്ങളെയൊക്കെ മറന്നുപോയി. ഇപ്പൊ ഒരു വിളിയും ഇല്ല, പറച്ചിലും ഇല്ല. എന്തോ ഞങ്ങളിപ്പോ മദ്രാസ് നമ്മളിപ്പോ ട്രെയിനിലല്ലോ, ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ. എന്തോ? അയ്യോ സോറി സർ, മോക്ക് ഡേറ്റ് ഇല്ല. തെലുങ്കില് 4 പടമുണ്ട്. അവിടെ അസിനെ മാറ്റി മോളെ കേറ്റി. കന്നഡയിൽ 6. അവിടെ നയൻതാര ഔട്ട്, മോള് ഇൻ. വിജയ് പടം, അജിത് പടം, വിക്രം പടം. തമിഴ് ഓഡിയൻസിന് എന്റെ മോളെ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി. ഐറ്റം ഡാൻസേ. ഹലോ എന്റെ പൊന്ന് രാജമ്മേ, ഒന്ന് നിർത്തടി നിന്റെ ഈ നുണക്കച്ചേരി. ദേ മോളെ, നിന്റെ ഈ തള്ള തന്നെ നിന്നെ ഔട്ടാക്കും, നീ നോക്കിക്കോ. കിളവ, വെറുതെ താൻ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ മേടിപ്പിക്കരുത്. ഓ എന്റെ കാവിലമ്മയെ വിളിച്ചോണ്ട് പോയി ആളെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? നാദിയ മേത്ത. നാദിയ മൊയ്തു ആണോ? എന്റെ കാവിലമ്മയെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴും അതേ ഫേസ് കട്ട്, ഒരു മാറ്റവും ഇല്ല. സിനിമയിൽ കാണുന്ന പോലെ തന്നെ. 1000 കണ്ണുമായി കാത്തിരുന്നു. കുട്ടി നാദിയ മൊയ്തൊന്നും അല്ല, മലയാളിയല്ല. മോളെ, അവള് മലയാളി തന്നെ. അതല്ലയോ നിന്റെ അമ്മച്ചയുടെ പാട്ട് കേട്ടപ്പോ അവള് ജീവനം കൊണ്ട് ഓടിയേ. മിണ്ടായിരുന്നോണം. അമ്മേ, ഈ മാമ്പഴൊന്ന് കട്ട് ചെയ്തതാ. അയ്യോ മോളെ, കത്തി എടുത്തില്ല, മറന്നുപോയി. Happy birthday to you. Happy birthday to you. Happy birthday to you. Mr. Titi, you are the only chief guest of my birthday party. ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ചീച്ചി വന്ന് കയറുന്നത്. താങ്ക് യു മുദേവി. മൂദേവിയല്ല, മാതങ്കി. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്ന് തന്നെ. ഈ ടീറ്റിയാണെന്ന് സന്തോഷമായി. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യാകുമാരി അമ്മച്ചേ. നോക്ക്, കരുനാക്കാണ് എനിക്ക്, പറഞ്ഞാ ഫലിക്കും. ഇല്ല, ടീറ്റിയാണ് കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി? അയ്യോ വേണ്ട. എന്നാ ചായ? അയ്യോ വേണ്ട. കോളയെങ്കിലും? അയ്യോ വേണ്ടേ വേണ്ട. എന്നാ 2 പെഗ് സോഡ വേണ്ട. എടുത്തു വച്ചേക്ക്, അച്ചാറുമായിട്ട് വരാം. ബോറൻ. എല്ലാരോടായിട്ട് ഞാൻ പറയാം, അയാളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വന്നാ അയാളെ ഞാൻ കൊല്ലും. എക്സ്ക്യൂസ് മീ, ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണേ. ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം
ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ്. മുറിക്കാനാ. കത്തിയുണ്ടോ കടം തരാൻ? മാമ്പഴം സൂക്ഷിച്ച് മുറിക്കണേ, ഇല്ലെങ്കിൽ മുറിയും. ബ്ലീഡിങ് വന്നാ പിന്നെ അയ്യോ അത് നാച്ചിയുടെ മോഹനല്ലേ? അയ്യോ സാറേ ഇതെന്ത് പറ്റി? അതെന്തിന്? ഞാൻ ഇവരോട് ചീട്ട് കളിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ ചോദിച്ചത്. അങ്ങനെ അതെ അങ്ങനെ തന്നെ ചോദിച്ചത്. നിന്റെ അച്ഛനല്ലേ പറയുന്നത്? സാർ പ്ലീസ് എന്റെ മകനോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഏക മകനാ. എന്ത് ചെയ്യാം, ഇവൻ ഒരു മാനസിക രോഗിയാ. ദേഷ്യം വന്ന മാമ ഒന്നും പറയണ്ട. എന്നെ പോലെ മാന്യന്മാര് യാത്ര ചെയ്യുന്ന ട്രെയിനിലല്ല ഇതുപോലുള്ള മുഴുത്ത പ്രാന്തമാരെ കൊണ്ടുപോകാൻ. വല്ല ആംബുലൻസിലും കൊണ്ടുപോകണം. മയക്കൂരൊന്നും കുത്തിവെച്ച്. സാർ പ്ലീസ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ കോണം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടോണ്ട് നടക്കണം പറഞ്ഞോണ്ട് നമ്മൾ മാന്യന്മാരല്ലവാ. നമ്മൾ വെറും തറയാണ് കൂതറ. നോക്കണണ്ടില്ലേ? അല്ല മാഷ് വിടരുത്. സാറ് ചെല്ലേ, ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ടത് ഞാൻ ഫയൽ എടുക്കാൻ വന്നേണെന്ന് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. നിന്ന് അടി വാങ്ങിക്കണമെന്നാണ് ഞാൻ. ഹലോ, ഐ എം ഡോക്ടർ അജയ് ഘോഷ്. ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? മോൾക്ക് വല്ല പ്രശ്നമുണ്ടോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഗെറ്റ് ഔട്ട്. സാറിന് നാണയില്ലേ? കൂപ്പ മുഴുവൻ ചീട്ടും കൊണ്ട് തെണ്ടാൻ. എടാ തെണ്ടി, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടിയവനാണ് ഞാൻ. അത് ചെസ് കളിക്കല്ലേ? ചെസ് കളി ഞാനങ്ങ് നിർത്തി. പകരം ചീട്ട് കളിയാക്കി. രണ്ടും ബുദ്ധി കൊണ്ടുള്ള കളിയാ. അപ്പൊ അതെ ഇങ്ങനെ ഇരിക്കും. ചാട്ടിക്ക് തന്നെ കളിക്കാൻ കൂട്ടായല്ലോ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അയ്യോ ഞാൻ ഈ ചീട്ടൊന്ന് കശക്കട്ടെ. ശ്രേയ മറിയ, ഏജ് 22. സാറേ, ഈ കൂപ്പയിൽ ആ ചീട്ട് കശക്കണ്ട. അത് തുറുപ്പുകുലാന. അവിടെ തുറുപ്പുകലാണെങ്കിലേ ഞാൻ മുച്ചീട്ട് രാജ കേട്ടോ. എന്തോ ആവട്ടെ, നമുക്ക് ഒരു റൗണ്ട് കളിക്കാം. തന്നെത്താനങ്ങ് കളിച്ചാ മതി. എടാ കമ്പിളി ഒന്നിറങ്ങി വാടാ. ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഒന്നിനു പോലും സമ്മതിക്കല്ലേ? ഒന്നിനായിരുന്ന കഥ കടച്ചിട്ട് നില്ലേ. ഞാൻ കരുതി കുളിക്കായിരിക്കും. എന്തോ ഒരു ശബ്ദം. ശല്യം ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ഒരു ഉദവി ചെയ്യലാമാ. ബോട്ടിലാണെങ്കിൽ കാട്ട്പാടി എത്തണം. ബോട്ടിലല്ല, ഒരു ഫോൺ നമ്പർ വേണം. എഴുതിക്കോ. 9846168118 എന്റെ മൊബൈൽ നമ്പരാ. തന്റെ അല്ല, അവിടെ ഒരു നീലക്കിളി പാർന്ന് കണ്ടോ, അതിന്റെയാ. എന്റെ കന്യാകുമാരി അമ്മച്ചി, പക്ഷികൾക്ക് മൊബൈൽ ഫോണാ. എന്നാ ഒന്ന് കാട്ട്. ഇത് നമ്മുടെ കിളി. നമ്പരൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. പക്ഷെ എന്റെ കൂടെ ഇരുന്ന് വെളുക്ക ചീട്ട് കളിക്കാൻ പറ്റുമോ? ഉറപ്പ്. താങ്ക് യു. എന്നാ സാറിന്റെ നമ്പർ പറ. 94470. നിർത്തി പറയൂ. എന്നാലല്ലേ എഴുതി തെറ്റിക്കാൻ പറ്റൂ. 94470 818881. ഓക്കെ.